ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നിഫ്റ്റി 50യുടെ വീക്ക്ലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വലിയ ടൈം ഫ്രെയിമിൽ ഈ ഒരു ട്രെൻഡ് ലൈന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ ടൈമിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്ത് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ 22,500 എന്ന റീജിയനിലാണ് ഇപ്പോൾ ലാസ്റ്റ് നിഫ്റ്റി ക്ലോസിംഗ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ബോക്സിൻ്റെ അകത്താണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 1000 പോയിൻറ്റിൻ്റെ ഒരു റേഞ്ചാണ്. ഈ മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 22,800 മാർക്കറ്റ് ഈ ഇടയ്ക്ക് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് 21,800 ഇപ്പോൾ കറൻ്റ്ലി 22,500 ട്രേഡ് ചെയ്യുന്നത്. അപ്പം മാർക്കറ്റിൽ ലാസ്റ്റ് വീക്കിലി ക്യാൻഡിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇനി മുകളിലേക്കാണ് കുറച്ചും കൂടെ പോകുന്നതെങ്കിൽ ഇവിടം വരെ ഈ ഒരു റീജിയൻ വരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റെസിസ്റ്റൻസ് എടുക്കാം. 22,800 എന്ന റീജിയൻ ആ ഒരു സോൺ കൃത്യമായിട്ട് വീണ്ടും ഒരു റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ആകാനുള്ള സാധ്യതകളുണ്ട്. അതല്ല, അത് ബ്രേക്കൗട്ട് തന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലോസിങ്ങുകൾ തരികയാണെങ്കിൽ മാത്രം നമ്മൾ മുകളിലേക്ക് വീണ്ടും പ്ലാൻ ചെയ്യുക. അതല്ല, മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും യു ടേൺ അടിച്ച് വീണ്ടും ഈ ഒരു റീജിയനിലേക്ക് വരുവാണെങ്കിൽ ഒന്നുകിൽ ഇവിടെ സപ്പോർട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ തരാം. അപ്പോൾ ഇവിടെ ഒരു വീക്കിലിയിലൊക്കെയാണ് ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഡൗൺ തരുന്നതെങ്കിൽ വീണ്ടും നമുക്ക് വരുന്ന വീണ്ടും ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലോങ് ടൈമിൽ വരുന്ന ഈ ഒരു ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു കറണ്ട് സിനാരിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിന് താഴെയുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 20,000 എന്ന ഈ ഒരു റീജിയനാണ്. മൾട്ടിപ്പിൾ ടൈം റെസിസ്റ്റൻസ് എടുത്ത കൃത്യമായ ഒരു സപ്പോർട്ട് റീജിയനാണ് 20,000 എന്നത്. അപ്പോൾ നമുക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഇത് രണ്ടുമാണ്. അപ്പോൾ നമ്മൾ ട്രേഡ് അത് സ്റ്റോക്കിലാണെങ്കിലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിലാണെങ്കിലും ബാക്കിയുള്ള ട്രേഡിംഗ് സ്റ്റൈലിലാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലാണെങ്കിലും നമ്മളെപ്പോഴും ഈ ഒരു രണ്ട് ലെവൽസ് നോട്ട് ചെയ്ത് വെക്കുക. 22,800 അതുപോലെ തന്നെ 21,800. അപ്പോൾ ഇത് ഈ ഒരു റേഞ്ചിന് പുറത്തേട്ട് കിടക്കുന്നതനുസരിച്ച് ആ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.